അപ്പൊ ജാസ്മിൻ എങ്ങനെയാണ് ഇപ്പൊ ഒരാളായിട്ട് വഴക്കുണ്ടായി, അതായത് ഇവളായിട്ട് വഴക്കുണ്ടാക്കുന്നതല്ല, അവരായിട്ട് വെറുതെ ഒന്ന് ചൊറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലും നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് ഇല്ലാണ്ടാക്കുന്ന ഒരു സമയത്ത് പോലും അതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് അത് മറന്നിട്ട് എങ്ങനെയാണ് ആൾക്കാരോട് പിന്നെയും ആ ഒരു സ്നേഹത്തോടു കൂടി ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പുറത്തിറങ്ങുമ്പോഴ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞോണ്ട് അതിനകത്ത് വെച്ചിട്ട് നിനക്ക് നാണമില്ലേ ജാസ്മിനെ, നിന്നെ ഇത്രയും പറഞ്ഞിട്ട് നീ പിന്നെ വലിഞ്ഞേറി പോകാനായിട്ടെന്ന്. അതെന്തേ അതിന്റെ ഒന്ന് PR എന്ന് പറഞ്ഞതിന് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നതും പറയുന്നതും വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നീടാണ് ഞാനത് തെറ്റ് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ആ കാര്യത്തിൽ നിങ്ങളെ PR എന്ന് വിളിച്ചതിനോട് സോറി പറയുന്നു. അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം ഉണ്ടായതാണ്. അപ്പോ ഇവളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം സോറി പറഞ്ഞു. എന്നാലും നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒന്നും കൂടി മോളിസ സോറിയുടെ കുട്ട. ഓക്കെ പിന്നെന്താ, ഒരുപാട് സന്തോഷമുണ്ട്. ആർമിയൊന്നുമല്ല, നിങ്ങൾ എല്ലാരും എന്റെ ഫാമിലി പോലാണ്. ഞാനിവിടെ പുറത്തിറങ്ങാൻ നേരത്തും കുറേ വിഷമത്തിൽ, ഞാൻ ആദ്യം ഇറങ്ങാൻ നേരത്ത് അപ്പൊ എനിക്ക് ഫോൺ പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. എന്റെ ആ ഒരു വിഷമം ഒരുവിധം ഫുള്ള് ഞാൻ കളഞ്ഞത്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് പോയത് എന്റെ വീട്ടിലുൾപ്പെടെ ഒരുപാട് പേര്, ഇതിൽ തന്നെ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, കുറേ ദൂരത്ത് നിന്ന് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാം വരുമ്പോ എന്നെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്റെ നെഗറ്റീവ് ഞാൻ എന്തിനു നോക്കണം, എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നതിന്റെ കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ ഒരു കൂട്ടം, കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനപ്പുറം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവരോട് എല്ലാരോടും, നിങ്ങളോട് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ നേരത്തെ കാക്ക പറഞ്ഞിടക്ക് എന്താ പറയാ, ഞാൻ അതിന്റെ അകത്ത് കിടന്നൊരു 10-18 പേരുടെ അല്ലെങ്കിൽ അത്രയും ഇതിനകത്ത് പ്രഷറിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തതിനെ കഴിയും ഏറ്റവും കൂടുതൽ എന്നെ കഴിയും സ്ട്രഗിൾ ചെയ്തതും കഷ്ടപ്പെട്ടതും വിഷമിച്ചതൊക്കെ എന്റെ ഫാമിലിയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്നെ കണ്ട് അതിനോടുള്ള നിങ്ങൾ എല്ലാവരെയും കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. പൊന്നും മറ്റേ സൈഡില് ജാസ്മിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡും ഉണ്ട്. ജാസ്മിന്റെ കണ്ണ് എവിടോട്ടായിരിക്കും? ഫുഡിലോട്ട്. പൊന്നു വീട്ടിലോട്ട് വന്ന് ശരിയാക്കി തന്നു. ഓക്കെ, പക്ഷെ എന്റെ അടുത്തിരിക്കുന്ന ഇവന്റെ കണ്ണും ഫുഡിലോട്ട് പോയത് കുസൃതി ചോദ്യമായിരുന്നു. പക്ഷെ ജാസ്മിന്റെ കണ്ണ്, മുഖത്ത്, മൂക്കിന്റെ മുകളില്. ശരി.